ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 52-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 Corinthians chapter 15 verse 52. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവെ വീണ്ടും ഒരു മുഖാന്തരമും ഒരുക്കി അങ്ങയുടെ പാദപീഠത്തിൽ ഇരിപ്പാൻ അങ്ങ് പകർന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ശ്രേഷ്ഠമേറിയ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നൽകുന്ന മഹത്വമേറിയ തിരുവചനത്തെ വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. ഞങ്ങളെല്ലാവരും ഒരുക്കത്തോടെ പ്രത്യാശയോടെ അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ ഈ തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. അങ്ങ് തന്നിരിക്കുന്ന വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം. ഈ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇന്നത്തെ രാത്രി പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഈ ലോകം, ജഡം, ഈ ഭൂമിയിലുള്ള യാതൊന്നും അവിടുത്തെ സന്നിധിയിലുള്ള ഞങ്ങളുടെ സമർപ്പണത്തിന് തടസ്സമായി നിൽപ്പാൻ സ്വർഗം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ട് അങ്ങയുടെ നാമം മഹിമപ്പെടുത്തണം. പ്രാർത്ഥനകളുടെ കൃപയ്ക്കായ സ്തോത്രം യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിരുന്നാട്ടെ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവചനമാണിത്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് റാപ്ചർ. ദൈവസഭയുടെ ഉൾപ്രാവണത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് വി നോ in the God's prophetic timeline, the next major event is the rapture of the church. ദൈവിക പ്രവചനത്തിൻ്റെ സമയബന്ധിത പദ്ധതിയിൽ ഇനി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്തിൽ വരും, ദൈവത്തിൻ്റെ തിരുസഭയെ സ്വർഗത്തിലേക്ക് തൻ്റെ മണവാളങ്കിലേക്ക് എടുക്കപ്പെടും എന്നുള്ളത്. പ്രൈസ് ഗാഡ്. ഇവിടെ കേട്ട വചനം ശ്രദ്ധിക്കണമേ. കാഹളം ധ്വനിക്കും. The trumpet shall sound. The trumpet will sound. അത് ജീവിച്ചിരിക്കുന്നവരും കേൾക്കും, മരിച്ചു പോയിരിക്കുന്ന വിശുദ്ധന്മാരും കേൾക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയവരും ഒരുപോലെ കേൾക്കുവാൻ പോകുന്ന ശബ്ദമാണ് കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ അതാണ്. ഒരു വിശ്വാസിയുടെ പ്രത്യാശ അതാണ്. ദൈവസഭയുടെ പ്രത്യാശ അതാണ്. ആ കാഹളം ധ്വനിക്കുന്നതോടുകൂടി ദൈവത്തിൻ്റെ സഭയുടെ പ്രവർത്തനം ഈ ഭൂമിയിൽ ഇല്ലാതാകുകയാണ്. ദൈവത്തിൻ്റെ സഭ മുറ്റുമായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്, മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. നമുക്ക് ഈ പ്രത്യാശ എപ്പോഴും ഉണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി ശ്രദ്ധയോടെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാഹളം ധ്വനിക്കും എന്നുള്ള ചിന്തയിലാണോ നമ്മൾ ജീവിക്കുന്നത്? പ്രൈസ് ഗോഡ്. എയർപോർട്ടിൽ യാത്രയ്ക്കായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടിരിക്കും. എന്താണെന്നറിയാമോ? അനൗൺസ്മെൻറ്റിൽ എന്താണെന്ന്, ഫ്ലൈറ്റ് എപ്പോഴാണ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് റെഡിയാണോ, നമ്മളെ വിളിക്കുന്നുണ്ടോ ഗേറ്റിലേക്ക്, നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും മുമ്പിലുള്ള പ്രത്യാശ ഇതാണ്. കാഹളം ഏത് നിമിഷവും ധ്വനിക്കും. ഇന്ന് ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു പോകാനായിട്ട് പോവുകയാണ്. നമ്മൾ എത്ര പേര് ഇതിന് റെഡിയാണെന്നുള്ളത്? അതോ നമ്മളൊക്കെ പണ്ട് കേട്ടിട്ട് അത് മറന്നുപോയിരിക്കുകയാണോ? ഇങ്ങനെ ഈ കാഹളത്തെക്കുറിച്ചുള്ളത്, കാഹളത്തിൻ്റെ ചിന്തകളെക്കുറിച്ചുള്ളത്. എൻ്റെ തൊട്ട് മുമ്പിൽ ഇനി സംഭവിക്കുവാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ പദ്ധതിയാണിത്. ഇത് ഞാൻ മിസ്സായി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മിസ്ഡ് ഫോർ എവർ. ഇതെനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കർത്താവ് വിളിക്കുന്ന സമയത്ത്, കാഹളം ധരിക്കുന്ന സമയത്ത് ദൈവസഭയോടുകൂടെ ഞാൻ എടുക്കപ്പെട്ടില്ലെങ്കിൽ അത് ഐ മിസ്ഡ് ഫോർ എവർ. അത് മാത്രമല്ല, അപ്പോഴത്തേക്ക് നമ്മൾ മരിച്ചു പോയിരിക്കുകയാണ്. ആ കല്ലറയിൽ, കർത്താവിൻ്റെ വചനം പറയുന്നു, കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കും.
കുറച്ചുപേര് നിത്യരക്ഷയ്ക്കായും മറ്റുള്ളവർ നിത്യന്യായ വിധിക്കായും ഉണരും. അപ്പൊ കല്ലറയിൽ കിടക്കുന്നവരും കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ദിവസം വരുന്നുവെന്നാ. സഹോദരന്മാരെ, നമ്മൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും ശരി ഈ ശബ്ദം നമ്മൾ കേട്ടേ മതിയാവും. ഹല്ലേലൂയ. This is the ultimate hope of the believer and of the church. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമേറിയ പ്രത്യാശയാണ്, അൾട്ടിമേറ്റ് ഹോപ്പാണ് കർത്താവിന്റെ കാഹളം ധ്വനിക്കുക. The trumpet will sound. കർത്താവിന്റെ കാഹളം ധ്വനിക്കുക എന്നുള്ളത്. Hallelujah. Whether we are physically alive or dead, it doesn't matter. As I said, ജീവിച്ചിരിക്കുന്നുവോ മരിച്ചു പോകുന്നോ, ഫിസിക്കലി ഭൗതികമായി മരിച്ചു പോകുന്നുവോ എന്നുള്ളത് വിഷയമല്ല. ജീവിച്ചിരുന്നാലും മരിച്ചാലും ശരി ഒരു വിശ്വാസി കർത്താവിന്റെ കാഹളം ധ്വനി കേൾക്കും. And it will happen in a moment which is so unexpected. നമ്മൾ അപ്രതീക്ഷിതമായിരിക്കുന്ന സമയത്താണ് ഇത് കേൾക്കുന്നത്. കാഹളധ്വനി കേൾക്കാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ്. What does that show? We must be ready all the time. എന്താണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? നമ്മളെപ്പോഴും തയ്യാറോടുകൂടി ആയിരിക്കണം. Hallelujah. How should we conduct ourselves in purity, faithfulness and evangelism? If it happens today or in the near time, ഈ വരുവാനുള്ള സമയത്ത്, ഈ നിമിഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ, ഈ മണിക്കൂറുകളിൽ ഏതെങ്കിലും ഒന്നിൽ, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ കാഹളം ധ്വനിക്കുകയാണെങ്കിൽ, അത് ധ്വനിക്കുമെന്നുള്ള ഉറപ്പോടെ നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നാം ക്രമീകരിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ, നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസത്തെ, നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ദൗത്യമാകുന്ന സുവിശേഷ ഘോഷണത്തെ നമ്മൾ എങ്ങനെയായിരിക്കും കാണേണ്ടത്? കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ചെയ്തു തീർക്കാൻ? കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേട്ടാൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ കേട്ട വചനപ്രകാരം, അല്ലെങ്കിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന തിരുവചന പ്രകാരം, am I ready? Is there anything that holds me back from me being raptured with the church? കർത്താവിന്റെ സഭയോടുകൂടി എടുക്കപ്പെടുന്നതിന് തടസ്സമായി എന്നെ ഈ ഭൂമിയിൽ നിന്ന് താഴേക്ക് വലിക്കുന്നത് എന്തെങ്കിലും ഈ ഭൂമിയുമായി, ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു ഈ തിരുവചനത്തിന്റെ മുമ്പിൽ. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിന്റെ, എല്ലാ ഭക്തകളുടെയും ജീവിതത്തിന്റെ പ്രത്യാശ ഇതായിരുന്നു. അവർ രാത്രിയുടെ ഉറക്കത്തിൽ പോലും ഹല്ലേലൂയ ഒരു തണ്ടർ, എന്തെങ്കിലും ഒരു ഇടിമുഴക്കം കേട്ടാൽ പോലും ഒരു ചാടി എണീൽക്കും, കർത്താവിന്റെ വരവാണോ എന്ന് ചോദിച്ച്. നമ്മൾ എത്ര ഇടിമുഴക്കങ്ങൾ കേൾക്കുന്നു, നമുക്കിത് വിഷയമേ അല്ല. നമ്മളിൽ എത്ര പേര് ഇത് ചിന്തിക്കുന്നു? ഹല്ലേലൂയ. ഭക്തന്മാരുടെ ശ്രദ്ധ അതാണ്. കർത്താവിന്റെ കാഹളം എപ്പോഴാ ധ്വനിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മളതിന് റെഡിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് നമ്മുടെ ലൈഫിനെ, let this hope shape our lives, comfort our hearts and motivate our mission. ഈ ഹോപ്പ്, ഈ പ്രത്യാശ, അല്ലെങ്കിൽ ഈ തിരുവചനം നമ്മുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യണം. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിരിക്കുന്ന വണ്ണം നാം ആയിത്തീർന്നില്ല എങ്കിൽ, കർത്താവ് ദൈവവചനത്തിൽ തന്നിരിക്കുന്ന പ്രമാണപ്രകാരം നാം ഒരുക്കപ്പെട്ടില്ല എങ്കിൽ, നമ്മൾ ആയിത്തീർന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാൻ, ദൈവസഭയോടുകൂടെ എടുക്കപ്പെടുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ തിരുവചനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഓർമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ലൈഫ് ഷേപ്പ് ആകണം. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ആയിത്തീരണം. വിട്ടുകളയേണ്ട ചിലതിനെ നമ്മൾ വിട്ടുകളയണം, ചേർത്തുകൊള്ളേണ്ട ചിലതിനെ ചേർത്തുകൊള്ളണം. എവിടെങ്കിലും ചില ആത്മീയ ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സഭ എടുക്കപ്പെടുമ്പോൾ, എൻ്റെ സഹോദരങ്ങൾ ഹല്ലേലൂയ കാഹളധ്വനി കേട്ട് മുകളിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവരോടുകൂടി എടുക്കപ്പെടുവാൻ തക്കവണ്ണം തടസ്സമായിട്ടുള്ളത് എൻ്റെ ആത്മീക ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നാം ഒന്ന് ശോധന ചെയ്യണം. ആൻഡ് ദിസ് ഷുഡ് കംഫർട്ട് അവർ ഹാർട്ട്. ഈ ലോകത്തിലെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ, ഈ ആകുലതകളുടെ മധ്യത്തിൽ നമ്മുടെ ഹൃദയത്തെ സ്വസ്ഥതപ്പെടുത്തേണ്ടതാണ് ഈ വാർത്ത. ഏത്? കർത്താവിന്റെ കാഹളം ധ്വനിക്കുമെന്നുള്ള വാർത്ത. ഇത് കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ഞാൻ ഈ അനുഭവിക്കുന്ന വേദനകൾ, ഞാൻ അനുഭവിക്കുന്ന ആകുലതകൾ, ഭയം എല്ലാം കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. How long would it last? It would last until the trumpet blows.
കർത്താവിന്റെ കാഹളം ധ്വനിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം കർത്താവിന്റെ കാഹളം ധ്വനിച്ചാൽ എൻ്റെ ഭാരങ്ങൾ തീർന്നു, എൻ്റെ പ്രയാസങ്ങൾ തീർന്നു, എൻ്റെ വേദനകൾ തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, 1-ാം നൂറ്റാണ്ടിലെ ദൈവഭക്തന്മാർ ഹൗ സീരിയസ്ലി ദേ ടുക്ക് ദിസ് വേർഡ്. ഈ വചനം, ഈ ആലോചന എത്ര പെട്ടെന്ന് അവർ ഏറ്റെടുത്തു, എത്ര ഗൗരവത്തോടെ ഏറ്റെടുത്തു എന്നുള്ളതിന് തെളിവാണ് അവർ തങ്ങൾക്കുള്ളതൊക്കെ വിറ്റെന്നുള്ളതാണ് അവിടെ പറയുന്നത്. പഴയ നമുക്ക് അറിയാം, അപ്പോസ്തല പ്രവൃത്തികളൊക്കെ കാണുവാനായിട്ട് കഴിയും. അവർക്കുള്ളതൊക്കെ അവർ വിറ്റിട്ട് അവർ പരസ്പരം ഷെയർ ചെയ്തിട്ട് കാത്തിരിക്കുക കർത്താവിന്റെ കാഹളധ്വനി ഉണ്ടാകുമെന്ന്. ഇപ്പോഴും they were ready all the time. നമ്മളെപ്പോലല്ല, നമ്മളിതിനൊന്നും റെഡിയല്ല. നമ്മൾ ഈ ലോകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിൽ ചിലതൊക്കെ നമുക്ക് നേടണം മരിച്ചു പോകുന്നതിന് മുമ്പ്. എന്തിനാ ഇതൊക്കെ കളഞ്ഞിട്ട് പോകാൻ വേണ്ടി നമ്മൾ ഈ ഓടുന്നതും ഈ അധ്വാനിക്കുന്നതും എന്തിനാ? നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. പകലും രാത്രിയുമുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നോക്കിക്കേ. നമ്മുടെ ചിന്തകളിലേക്ക് നോക്കിക്കേ. നമ്മുടെ ചിന്തകളൊക്കെയും എർത്തലി ബൗണ്ടാണ്, ഭൗമികമായിരിക്കുന്നതാണ്. നമ്മളൊരു ഭൗമികമായ രാജ്യത്തിന് വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വപ്നം ഭൗമികമാണ്. നമ്മുടെ പ്രവർത്തന മേഖലകളൊക്കെ ഭൗമികമാണ്. ഹല്ലേലൂയ. ഈ അധ്വാനിക്കുന്നത് എന്തിന്? ഈ ബുദ്ധിമുട്ടുകൾ എന്തിന്? ഈ വേദനിക്കുന്നത് എന്തിന്? ഈ ആകുലതകൾ എന്തിന്? ചിലത് കിട്ടാതെ വരുമ്പോഴുള്ള നിരാശ എന്തിന്? ഇതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് പോകാൻ പോകുന്നവരാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ തിരുവചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ ഓർക്കണമേ ദൈവമക്കളെ, നിത്യമായി നിലനിൽക്കുന്ന ചിലതിനു വേണ്ടി ഇന്നത്തെ രാത്രി മുതൽ കാംക്ഷിക്കുവാനും ഒരുങ്ങുവാനും തയ്യാറെടുക്കുവാനും നമ്മുടെ ലക്ഷ്യത്തിനൊരു മാറ്റം വരുവാനും ഈ തിരുവചന കേൾവി മൂലം, ശുശ്രൂഷ മൂലം ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആൻഡ് ദിസ് ഈസ് എ മിസ്റ്ററി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, 51-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയുക. I am going to reveal a mystery to you. I am going to tell a mystery to you. ഞാൻ നിങ്ങളോടൊരു മർമ്മം വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ എങ്ങും തന്നെ ഇങ്ങനെയൊരു മർമ്മമില്ല. തന്റെ ജനത്തെ ചേർക്കുവാൻ തക്കവണ്ണം കർത്താവ് മധ്യാകാശത്തിൽ വരുമെന്നൊരു മർമ്മം അവിടെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. എന്നാൽ ഇന്നൊരു മർമ്മമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ്. ഈ മർമ്മത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഈ മർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ this mystery happens with an incredible speed. ഭയങ്കരമായ വേഗതയിലാണ് ഇത് സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ടൈമിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന അറിയാമോ? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. താഴേക്ക് എഴുതിയിരിക്കുന്നു, പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. സോ ഇറ്റ് ഓൾ ഹാപ്പൻസ് ഇൻ എ വെരി റാപ്പിഡ് സ്പീഡ്, ഇൻക്രെഡിബിൾ സ്പീഡ്. ഭയങ്കരമായ വേഗതയിലാണ് ആ ടൈം ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്നറിയാമോ? ഇറ്റ് ഈസ് ലൈക്കൻ ടു ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ യു ടു ബ്ലിങ്ക് യുവർ ഐ. ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണടച്ചു തുറക്കുന്ന സമയം. അത്ര സമയമേ ഉള്ളൂ ഇതിന്. ഈ ലോകത്തിലുള്ള കോടാനുകോടി വിശുദ്ധന്മാർ, മൺമറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാർ, ആ കണ്ണ് അടച്ചു തുറക്കുന്ന നിമിഷം കൊണ്ട് അവര് ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. Resurrection of the saints and the transformation of the saints. Hallelujah. ഇത് സംഭവിക്കുവാൻ പോകുന്നത് in a twinkling of an eye time. Hallelujah. ഇത് അസാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ ദൈവമക്കളെ? Hallelujah. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് ഇത് അസാധ്യമാണോ? യോർദാനെ ചിറ പോലെ നിർത്തുവാൻ ശക്തനായവന് ഇത് അസാധ്യമാണോ? ഹല്ലേലൂയ. ഒറ്റ നിമിഷം കൊണ്ട് ആ യെരിഹോ മതിലിനെ പൊടിയാക്കി മാറ്റിയവന് ഇത് അസാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ? മരിച്ച് മൺമറഞ്ഞ 4-ാമത്തെ ദിവസമായവനെ ഒരൊറ്റ വാക്കുകൊണ്ട് വിളിച്ച് ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞവന് ഇത് അസാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ കാഹളധ്വനിയിൽ സംഭവിക്കുന്നതാണ്. ലോകത്തിലെ ഏത് കോണിലായിക്കൊള്ളട്ടെ, അറിഞ്ഞവരോ അറിയപ്പെടാത്തവരായിക്കൊള്ളട്ടെ, മണ്ണിനടിയിൽ നൂറ്റാണ്ടുകളായിട്ട് ഉറങ്ങുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേട്ട് അവർ ഉയർത്തെഴുന്നേൽക്കും. അതോട് കൂടെ തന്നെ ഇമ്മീഡിയറ്റ്ലി ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ ഏത് ഭൂഖണ്ഡത്തിലായിക്കൊള്ളട്ടെ, ഏത് ദ്വീപുകളിലായിക്കൊള്ളട്ടെ, സിറ്റിയിലായിക്കൊള്ളട്ടെ, ഗ്രാമത്തിലായിക്കൊള്ളട്ടെ, പകലായിക്കൊള്ളട്ടെ, രാത്രിയായിക്കൊള്ളട്ടെ, doesn't matter whether they are traveling or sitting or sleeping, doesn't matter, they all will rise up. This happens in an incredible speed. അമിതമായ വേഗത്തിൽ, പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വേഗത്തിൽ ഇത് സംഭവിക്കും സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവിന്റെ സഭയുടെ ഉൾപ്രാവണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തിയോളജിയിൽ പല തിയറികളുണ്ട്, പല വ്യൂസ് ഉണ്ട്. പ്രീ ട്രിബുലേഷൻ തിയറി ഉണ്ട്, അതായത് മഹോപദ്രവകാലത്തിന് മുമ്പ്
ഹല്ലേലൂയ. ഇത് സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്, കർത്താവിന്റെ സഭ എടുക്കപ്പെടുമെന്ന്. ചിലർ പറയുന്നു മിഡ് ട്രിബുലേഷൻ, അതായത് മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യത്തിൽ ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് പോസ്റ്റ് ട്രിബുലേഷൻ, അതായത് മഹോപദ്രവ കാലത്തിന് ശേഷം ദൈവസഭ ഉപദ്രവത്തിലൂടെ കടന്നു പോകണം, അതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മണിക്കൂറുകളോളം ദിവസങ്ങളോളം എടുത്ത് ഈ വചനമൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകം നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്തുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എപ്പിസോഡ്സ് ആയിട്ട് ഓരോന്നിൻ്റെയും എപ്പിസോഡ് ദൈവവചനത്തിന്റെ റെഫറൻസസ് കൊടുത്തിട്ട് എപ്പിസോഡുകളായിട്ട് പഠിക്കുവാൻ എളുപ്പത്തിനായിട്ട് യൂട്യൂബിനകത്തുണ്ട്. നിങ്ങൾക്ക് പോയി അത് വീണ്ടും പഠിക്കാവുന്നതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നത് പ്രീ ട്രിബുലേഷനാ, മഹോപദ്രവ കാലഘട്ടത്തിന്റെ മുമ്പ് തന്നെ കർത്താവ് വരുമെന്ന്. ഹല്ലേലൂയ. തന്റെ ജനത്തെ കർത്താവ് എടുക്കുമെന്ന്. അതിനുള്ള തെളിവുകൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വ്യൂ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് അന്ന് വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന് ശേഷം 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വരെ 4-ാമത്തെ അധ്യായത്തിന് ശേഷം സഭ എന്നൊരു വാക്ക് വചനത്തിലില്ല. വെളിപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേൾക്കുന്നു യോഹന്നാൻ. തിയോളജിയൻസ് പറയുന്നത് അത് ദൈവസഭ സ്വർഗത്തേക്ക് എടുക്കുന്നതാണ്. അതിന് വേറൊരു തെളിവുമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 2 മാത്രമേ സ്വർഗം തുറന്നിരിക്കുന്നതായിട്ട് പറയുന്നുള്ളൂ. ഒന്ന് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് കാണുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇതേ ഒന്ന് എവിടെയാണ്? 4-ാം അധ്യായത്തിൽ കാണുന്ന സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് പറയുന്നത് കർത്താവിന്റെ സഭയെ ചേർക്കുവാൻ തക്കവണ്ണം മധ്യാകാശത്തേക്ക് ഇറങ്ങി വരുന്നു. രണ്ടാമത് നമ്മൾ കാണുന്ന വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നത് കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി രണ്ടാമത് വരികയാണ് ലോകത്തിന്റെ ന്യായവിധിക്ക് വേണ്ടി. അപ്പോൾ ഈ 2 ഭാഗവും സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് പറയുന്നത് 2 വരവിനെ കാണിക്കുന്നു. ഒന്ന്, വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് വരുന്നത്. 2, വിശുദ്ധന്മാരുമായി ഒന്നിച്ച് ലോകത്തിന്റെ ന്യായവിധിക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ഇതിൽ ഏത് തിയറിയിലേക്കാണ് ഞാൻ തിയറികൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇന്ന് ഇതിനോട് ചേർന്ന് വിശദീകരിക്കുവാൻ കൊണ്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഏത് തിയറിയിലായാലും ശരി, ദൈവജനം ഒരുപോലെ വിശ്വസിക്കുന്നു കർത്താവ് വരുമെന്ന്, അവിടുത്തെ കാഹളം ധ്വനിക്കുമെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ഈ റാപ്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയാണ് സഭയെ ഉൾപ്രാപണം, സഭയെ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്റെ കാന്തയായ സഭ ഈ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം പരിശുദ്ധ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ലോകത്തിന്റെ ന്യായവിധി, ദുഷ്ടന്മാരുടെ മേലുള്ള ന്യായവിധി, തന്നെ തിരസ്കരിച്ചവരെ, തന്റെ വചനത്തെ വേണ്ടെന്ന് വെച്ചവരെ, തന്റെ ജനത്തെ ഉപദ്രവിച്ചവരെ, തന്റെ സഭയെ പീഡിപ്പിച്ചവരെ, തന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാത്തവരെ, അവരെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണമുള്ള ക്രോധകലശങ്ങൾ എറിയുമ്പോൾ, ഹല്ലേലൂയ, നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാമത്തെ അധ്യായം വരെയുള്ള ബാധകളുണ്ട്, ക്രോധകലശങ്ങളുണ്ട്, പല ദൈവത്തിന്റെ കോപത്തീയിൽ ഭൂമി എരിയുന്നതായിട്ടൊക്കെ കാണുവാൻ കഴിയും. ഇതിനകത്തൂടെ തന്റെ കാന്തയായ സഭ കടന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ സഭ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ കഷ്ടങ്ങൾ എന്ന് പറയുന്ന മനുഷ്യനുണ്ടാക്കുന്ന കഷ്ടങ്ങളാണ്. മനുഷ്യരിലൂടെ വന്നിരിക്കുന്ന കഷ്ടങ്ങളിലൂടെയാണ് ദൈവസഭ കടന്നു പോകുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ കഷ്ടതകൾ മനുഷ്യൻ വരുത്തുന്ന കഷ്ടതകളല്ല, ദൈവം അയക്കുന്ന ക്രോധമാണ്. മറന്നു പോകരുത് സഹോദരങ്ങളെ. അപ്പോൾ ദൈവം അയക്കുന്ന ക്രോധത്തിലൂടെ ദൈവസഭയെ ദൈവം കടത്തിവിടത്തില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആരും ചിന്തിക്കരുത് ഈ പോസ്റ്റ് ട്രിബുലേഷൻ തിയറിയാണ് ശരിയെന്ന് ചിന്തിക്കരുത്. കാരണം മഹോപദ്രവ കാലഘട്ടത്തിലൂടെ ദൈവസഭ കടന്നു പോകേണ്ടി വരും. എന്തിനാ കടന്നു പോകേണ്ടത്? മഹോപദ്രവ കാലഘട്ടത്തിലൂടെ ദൈവസഭ എന്തുവാ, ശുദ്ധീകരിക്കാനാണോ? ഒരിക്കലുമില്ല. ദൈവസഭ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹോപദ്രവ കാലഘട്ടം 7 വർഷത്തെ കാലഘട്ടം വെച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന്റെ ന്യായവിധിയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാഹളധ്വനിയിൽ എടുക്കപ്പെടാത്തവർ ആ മഹോപദ്രവ കാലഘട്ടത്തിലൂടെ കടന്നു പോകും. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കണമേ, ഈ മഹോപദ്രവ കാലഘട്ടമായ, അതായത് ഇപ്പോൾ കാഹളം ധ്വനിക്കുകയാണെങ്കിൽ ദൈവസഭ, ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കും, ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഹല്ലേലൂയ. അതിനുശേഷം ഈ ഭൂമിയിലുള്ളവർ 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടത്തിലേക്ക് കടന്നു പോകും. അപ്പോൾ സ്വർഗത്തിലെത്തിയിരിക്കുന്ന സഭ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ?
അവിടെ ഹല്ലേലൂയ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വിശ്വാസികൾ നിന്നുകൊണ്ട്, ഹല്ലേലൂയ, ദൈവജനം നിന്നുകൊണ്ട് അവരുടെ റിവാർഡ്സ്, പ്രതിഫലം പ്രാപിക്കുന്ന നാളാണ്. 2 കൊരിന്ത്യർ 5:10 പറയുന്നു, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ പൗലോസ് തന്നെ കൂടെ ചേർത്തുകൊണ്ട് പറയുകയാണ്, നാം എല്ലാവരും. ദൈവസഭയോടാണ് പറയുന്നത്. അപ്പോൾ നാം എല്ലാവരും നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നാം ചെയ്ത പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന വെള്ള സിംഹാസനത്തെ കുറിച്ച് അല്ലത് പറയുന്നത്. ഇത് ക്രിസ്തുവിന്റെ ബീമ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അവിടെ നിന്നുകൊണ്ട് പ്രതിഫലം പ്രാപിക്കുന്ന നാളിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ലോകത്ത് 7 വർഷം മഹോപദ്രവ കാലഘട്ടം നടക്കുമ്പോൾ അതിനു മുമ്പ് എടുക്കപ്പെട്ട സഭ സ്വർഗത്തിൽ പ്രതിഫലം വാങ്ങിക്കും. 2, പിന്നീട് എന്താ സംഭവിക്കുന്നത്? 7 വർഷത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്കറിയാം, കുഞ്ഞാടാകുന്ന കർത്താവും സഭയാകുന്ന മണവാട്ടിയും തമ്മിലുള്ള കല്യാണം. അത് 7 കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിലേക്ക് വരുന്നത്. എന്തിന്? 1000 ആണ്ട് വാഴ്ചയ്ക്ക്. എത്ര മനോഹരമായിട്ടത് മനസ്സിലാക്കാൻ പറ്റുമെന്നറിയാമോ? നമ്മളതിനെക്കുറിച്ചൊന്ന് പഠിച്ചാൽ മതി. നിങ്ങൾ ആരെങ്കിലും അത് പഠിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് അതിൻ്റെ എപ്പിസോഡ്സ് ഓരോന്നോരോന്നായിട്ട് ഈ ചാപ്റ്ററായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കേട്ട് അത് പഠിക്കുവാനായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് കർത്താവിന്റെ കാഹളം ധ്വനിക്കാൻ പോകുകയാണ്. അതിന് നമ്മൾ റെഡിയായിരിക്കണം. ഇതൊക്കെ എത്ര ഭയാനകമായ അനുഭവങ്ങളാണ് അതിന് ശേഷം ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഈ കാഹളത്തിന്റെ ശബ്ദം കേട്ട് നീയും ഞാനും എടുക്കപ്പെട്ടില്ലെങ്കിൽ പിന്നീടുള്ള ഒരേ ഒരു വഴി ഈ മഹോപദ്രവ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. എത്ര കഷ്ടമാണെന്ന് ഓർത്ത് നോക്കിയേ. ദൈവ പൈതലാണെന്ന് പറഞ്ഞിട്ട്, വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട്, കർത്താവിന്റെ സഭയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട്, ലോകത്തിന്റെ മുമ്പിൽ മുഴുവനും ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ഈ ലോകക്കാരുടെ കൂടെ മഹോപദ്രവ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് സഹോദരി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. Can you ever imagine you are going through the tribulation period, great tribulation? What would happen? Your friends who have known Christ, they are there, and you say you know Christ, you are also with them to go through the tribulation period. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഈ വചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ സഹോദരങ്ങളെ, am I ready? ഞാൻ റെഡിയാണോ? ഇപ്പൊ കർത്താവ് വന്നാൽ ഞാൻ റെഡിയാണോ? എന്താ എന്നെ റെഡി അല്ലാതാക്കുന്നത്? ദൈവത്തിന്റെ പ്രമാണം നമ്മൾ അനുസരിക്കാതിരിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ തയ്യാറെടുപ്പിന് തടസ്സമായിട്ടുള്ളത്. ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ കർത്താവ് പറയുമ്പോൾ നാം ക്ഷമിക്കണം. സ്നേഹിക്കുവാൻ കർത്താവ് പറയുമ്പോൾ നാം സ്നേഹിക്കണം. കോപിക്കരുതെന്ന് കർത്താവ് പറയുമ്പോൾ നാം കോപിക്കരുത്. മോഹിക്കരുതെന്ന് കർത്താവ് പറയുമ്പോൾ നാം മോഹിക്കരുത്. ദൈവത്തിന്റെ തിരുവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവവചനം അനുസരിക്കുന്നവരായിട്ട് നമ്മൾ തീരുന്നുവെങ്കിൽ ഏത് സമയത്തും നമ്മൾ റെഡിയായിരിക്കും. കർത്താവിന്റെ വചനം പറയുന്നത്, സഭായോഗങ്ങളെ അലക്ഷ്യമാക്കി കാണരുത് നിങ്ങൾ. ഹല്ലേലൂയ. അത് കാരണം എന്താണെന്നറിയാമോ? ദൈവസഭയോട് ചേർന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഉണർവുള്ളവരായിരിക്കും. നമ്മൾ പരസ്പരം ബലപ്പെടുത്തും, നമ്മൾ പരസ്പരം കരുതും, പരസ്പരം നമ്മൾ സ്നേഹിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയാൻ പറ്റും. ഹല്ലേലൂയ. അതേ സ്ഥാനത്ത് ഒറ്റയ്ക്ക് കതക് അടച്ച് നമ്മൾ വീടിനകത്തായിരിക്കുന്നതെങ്കിൽ ലോകക്കാരായ മനുഷ്യരുടെ കൂടെ ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളിൽ നമ്മൾ ആറാടിക്കൊണ്ട് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ അറിയില്ല. കർത്താവിന്റെ കാഹളം ധരിച്ചാൽ ഹല്ലേലൂയ വിശുദ്ധർ കടന്നു പോകും. പിന്നീട് നമ്മളൊരു വലിയ വില കൊടുക്കേണ്ടി വരും. കർത്താവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ, മഹോപദ്രവ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അവർ കൊടുക്കേണ്ട വില എന്താണെന്ന് വെളിപ്പാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനതൊന്നും പറയാനായിട്ട് ഇപ്പോൾ സമയം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഹല്ലേലൂയ, അതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണ് ഇപ്പൊ കർത്താവ് തന്നിരിക്കുന്ന സമയത്ത് കർത്താവിനെ അനുസരിച്ച് കർത്താവിന്റെ വഴികളിൽ നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കാഹളം ധരിച്ചാൽ നമ്മൾ എടുക്കപ്പെടും. അത് സംഭവിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ഒന്നാമത്തെ കാര്യം ചിന്തിക്കണമേ, ഒരിക്കലും നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. റാപ്ചർ എന്ന് പറയുന്നതും സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. ഞാനത് വീണ്ടും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. കർത്താവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നതും കർത്താവ് സഭയെടുക്കുവാൻ വരുന്ന വരവെന്ന് പറയുന്നത് രണ്ടും രണ്ട്. ആദ്യം സംഭവിക്കുന്നത് കർത്താവിന്റെ സഭയെടുക്കുവാൻ വരുന്നത്. അത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഞാൻ അവിടേക്ക് പോകാം ഒരു മിനിറ്റിൽ.
അതല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് സഭയെ എടുക്കുവാനായിട്ട് വരുന്നു. കർത്താവ് അതായത് വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് വരുന്നു, തന്റെ മണവാട്ടിയെ ചേർക്കുവാനായിട്ട് വരുന്നു. രണ്ടാമത്തെ വരവ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ അത് എന്തിനു വേണ്ടിയാ വരുന്നത്? വിശുദ്ധന്മാരുമായി വരികയാ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ ഇതാ യഹോവ സകല വിശുദ്ധന്മാരുമായി വരുന്നു എന്നൊരു വാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വെളിപാട് പുസ്തകത്തിന്റെ പഠനത്തിലേക്ക് പോയാൽ നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ട് റെഫറൻസോടുകൂടി നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത് രണ്ടും കൺഫ്യൂസ്ഡ് ആകരുത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള വരവല്ല, വിശുദ്ധന്മാരോട് കൂടെയുള്ള വരവാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്തിന്? കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കാൻ 1000 ആണ്ട് വാഴ്ച. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. പ്രൈസ് ഗോഡ്. ഇത് ഈ കർത്താവിന്റെ ദൈവസഭയെ ചേർക്കുവാനുള്ള അല്ലെങ്കിൽ സഭയുടെ ഉൾപ്രാപണത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന 2-3 വചനഭാഗങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ആ വാക്യം ഞാനൊന്ന് എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കും. കർത്താവിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ് കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് വരുന്നത്. 14-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 1, 2, 3 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്. ഞാൻ പിന്നെയും വന്ന് സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുവാനായിട്ട് നിങ്ങളെ ചേർത്തുകൊള്ളും. പ്രൈസ് ഗോഡ്. അപ്പൊ കർത്താവിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണിത്. രണ്ടാമതൊരു വാക്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ. 1 Thessalonians chapter 4 verses 16 to 18. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. 16-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചേ. For the Lord himself shall descend. For the Lord himself shall descend. കർത്താവ് ഇറങ്ങി വരുമെന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വരുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്, ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ്. കർത്താവ് ഹല്ലേലൂയ തൻ്റെ വിശുദ്ധരെ ചേർക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വരും. പ്രൈസ് ഗോഡ്. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ, കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുവാൻ തക്കവണ്ണം സമയമായി എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് പറഞ്ഞ് ഞാൻ ദൈവവചന ശുശ്രൂഷയിൽ നിന്ന് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, rapture is the promised return of the Lord for his elect. കർത്താവ് താൻ തിരഞ്ഞെടുത്ത ജനത്തിനു വേണ്ടി വരും എന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ് റാപ്ചർ അല്ലെങ്കിൽ സഭയുടെ ഉൾപ്രാവണം. പ്രൈസ് ഗോഡ്. നമ്മളിപ്പോൾ വായിച്ചു കേട്ടല്ലോ, 1 തെസ്സലോനിക്കർ 4:16 പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, കർത്താവ് ഇറങ്ങി വരുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ മാത്രമേ ക്രിസ്തുവിൽ മരിക്കത്തുള്ളൂ. നാം ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ, ക്രിസ്തുവിന്റെ ബലത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ക്രിസ്തുവിൽ മരിച്ചെന്ന്. ഹല്ലേലൂയ. സാധാരണ മരിച്ചു കഴിഞ്ഞാൽ താഴെ ആ ഫോട്ടോയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്ന് എഴുതും, അല്ലെ ക്രിസ്തുവിനോട് ചേർന്നെന്നൊക്കെ എഴുതുന്നത് മനുഷ്യൻ്റെ ശൈലിയാണ് കേട്ടോ. പക്ഷെ കർത്താവോട് അതൊന്നും അംഗീകരിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ സ്വകാര്യ ജീവിതം,
ഈ ഭൂമിയിൽ നാം ജീവിച്ചിരുന്നപ്പോൾ നാം ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് ജീവിച്ചത്, അതിൽ ആശ്രയിച്ചിരിക്കും നമ്മൾ മരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിലാണോ മരിച്ചത്, അതോ സാധാരണ രീതിയിലുള്ളൊരു മരണമാണോ നമുക്ക് ലഭിച്ചത്? ഇവിടെ പറയുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രത്യാശ അതായിരിക്കണം. കർത്താവേ, ഈ നഷ്ടപ്പെട്ടു പോകുന്ന, ഈ താൽക്കാലികമായിരിക്കുന്ന, ഒരു പ്രയോജനവുമില്ലാത്ത, ഇന്ന് കണ്ട നാളെ ഇല്ലാത്ത ഈ ലോകത്തിന് വേണ്ടിയല്ല ഞാൻ ജീവിക്കാൻ പോകുന്നത്. നിത്യമായിരിക്കുന്ന, സൗഭാഗ്യകരമായിരിക്കുന്ന, ദൈവം വാഗ്ദത്തം തന്ന, മനുഷ്യൻ വാക്കു പറഞ്ഞതല്ല, ദൈവം വാക്കു പറഞ്ഞിരിക്കുന്ന നിത്യമായ ഭവനത്തിന് വേണ്ടിയാ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നത്. ഇത് പറയുവാൻ സഹോദര സഹോദരി എനിക്കും നിങ്ങൾക്കും കഴിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ശ്രേഷ്ഠന്മാരുണ്ടല്ലോ, അധികാര ശ്രേഷ്ഠതയിൽ ഇരുന്നവരുണ്ട്, ബലത്തിലിരുന്നവരുണ്ട്, ധനമഹാത്മ്യത്തിലും പ്രൗഢിയിലും ഇരുന്നവരുണ്ട്, മാനത്തിൽ വർദ്ധിച്ചു വന്നവരുണ്ട്. അവരൊക്കെ ഇന്ന് എവിടെ? അവരുടെ മാനം നഷ്ടപ്പെട്ടു, ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, അവരുടെ പേര് പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ അന്തിയുറങ്ങുകയും അവർക്കിനി ഒരു അവസരമില്ല. ഹല്ലേലൂയ. അവർക്കിനി ഒരു അവസരമില്ല. 60, 70, 80, 90, 100 വർഷം അവർ ഭൂമിയിൽ ജീവിച്ചു. എന്തിനു വേണ്ടി? ഈ ലോകത്തിനു വേണ്ടി അവർ ജീവിച്ചു. ഇതൊക്കെ പാഠമായി, ഇതൊക്കെ മാതൃകയായി നമ്മുടെ മുമ്പിൽ ദൈവം കാണിച്ചു തന്നിരിക്കുക. മകനെ, മകളെ, നീ ഇതിനു വേണ്ടി ജീവിക്കരുത്, നിത്യമായിരിക്കുന്നതിന് വേണ്ടി നീ ജീവിക്കുക. കർത്താവിന്റെ കാഹളം ധ്വനിച്ചാൽ നീ ഉയർത്തെഴുന്നേൽക്കണം. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അത് കഴിഞ്ഞിട്ടാണ് ജീവനോടെ ശേഷിക്കുന്നത് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. ഇത് തമ്മിൽ സമയത്തിന് വ്യത്യാസമൊന്നുമില്ല. ഇത് രണ്ടും കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് സംഭവിക്കുമെന്നാണ്. എന്താ ഭയങ്കര സംഭവമായിരിക്കും അതല്ലേ? ഹല്ലേലൂയ. കർത്താവിന്റെ ഇവിടെ നോക്കിയേ, ഈ വചനം നോക്കിയേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ, for the Lord himself shall descend from heaven with a shout, with the voice of the archangel and with the trumpet of God. എന്തൊരു ശബ്ദമായിരിക്കും ദൈവമക്കളെ! ഈ പ്രപഞ്ചം നടുങ്ങുന്ന ശബ്ദമായിരിക്കും. അമേരിക്കയിൽ ഇരിക്കുന്നവർ ആ ശബ്ദം കേൾക്കും, ഓസ്ട്രേലിയയിലുള്ളവർ ആ ശബ്ദം കേൾക്കും, കാനഡയിലുള്ളവർ ശബ്ദം കേൾക്കും, ഇന്ത്യയിലുള്ളവർ ശബ്ദം കേൾക്കും, അന്റാർട്ടിക്കയിലുള്ളവർ ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കാതിരിക്കാൻ ആർക്കും കഴിയുകയില്ല. ആ ശബ്ദം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടാൻ വേണ്ടി സഹോദര സഹോദരി നീ കാത്തിരിക്കരുത്. ആ ശബ്ദം കേട്ടിട്ട് മാനസാന്തരപ്പെടാമെന്ന് കരുതി ദൈവ പൈതലെ നീ കാത്തിരിക്കരുത്. ആ ശബ്ദം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത നിമിഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ആ ശബ്ദം ഉണ്ടാകും, കാഹളം ധ്വനിക്കും. The trumpet will sound. ഹല്ലേലൂയ. അനേകർക്ക് ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി, അവസരം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ജീവിതത്തിൽ അവസരം നഷ്ടപ്പെട്ടു പോകരുത് സഹോദര സഹോദരി. കർത്താവിന് പകരമായി നീ മറ്റൊന്ന് വെക്കരുത്. ദൈവസഭയ്ക്ക് പകരമായി നീ മറ്റൊന്ന് വെക്കരുത്. കർത്താവിന് കൊടുക്കേണ്ട സമയം കവർന്നെടുത്ത് നീ ലോകത്തിന് കൊടുക്കരുത്. ദൈവജനത്തോടുള്ള കൂട്ടായ്മയെ വേണ്ടെന്ന് വെച്ചിട്ട് നീ ലോകജനത്തോടുള്ള കൂട്ടായ്മയ്ക്ക് പോകരുത്. ഹല്ലേലൂയ. അനേക ഭക്തന്മാർ തങ്ങൾക്കുള്ളതൊക്കെ വിട്ട്, തങ്ങൾക്കുള്ളതൊക്കെയും വിറ്റ്, തങ്ങൾക്കുള്ളതിനുവേ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഈ കർത്താവിന്റെ നിത്യമായ വചനം കേട്ട്, കർത്താവ് പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ച് കർത്താവിന്റെ വഴിയിലൂടെ പോയി അവർ ഈ ഭൂമിയിൽ നിന്ദിക്കപ്പെട്ടു, അവർ ഈ ഭൂമിയിൽ പരിഹസിക്കപ്പെട്ടു, അവർ ഈ ഭൂമിയിൽ പീഡിപ്പിക്കപ്പെട്ടു, അവർ ഈ ഭൂമിയിൽ കൊല്ലപ്പെട്ടു. അത് കണ്ടിട്ടും പിന്നീടുള്ള തലമുറ മാറിപ്പോയില്ല. അവരും അവരുടെ പാതയിലൂടെ തന്നെ പോയി. കാരണം അത് വിശ്വസിക്കുവാനുള്ള കൃപ സ്വർഗം അവർക്ക് കൊടുത്തു. അതേ തലമുറയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അനേകര് ഈ കർത്താവിന്റെ വചനവും വാഗ്ദത്തങ്ങളും കേട്ട് അവന്റെ പിന്നാലെ പോകുന്നത് കണ്ടിട്ടും നമ്മൾ ലോകത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നിത്യതയിൽ എത്തുമ്പോൾ നിനക്ക് ഉണ്ടാകുന്ന റിഗ്രറ്റ്, പശ്ചാത്താപം എത്ര വലുതായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ആർ വി റെഡി? നമ്മൾ തയ്യാറായിരിക്കുകയാണ്. കർത്താവിന്റെ കാഹളം ധ്വനിച്ചാൽ കർത്താവിനോട് കൂടെ നമ്മൾ എടുക്കപ്പെടുമോ? നമ്മളെ മറന്നു പോകരുത്. ഇവിടെ എഴുതിയിരിക്കുന്നു 17-ാമത്തെ വാക്യം, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ കർത്താവിന്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും തമ്മിലുള്ള വേറൊരു വ്യത്യാസം എന്താണെന്നറിയാമോ? ഒന്ന്, കർത്താവ് തന്റെ സഭയെ എടുക്കുവാൻ തക്കവണ്ണം വരുമ്പോൾ കർത്താവ് ഭൂമിയിലേക്ക് വരത്തില്ല, മധ്യാകാശത്തിലേ വരത്തുള്ളൂ. സഭ അങ്ങോട്ട് പോകും. പക്ഷെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിലോ ഭൂമിയിലേക്ക് കർത്താവ് വരും. ഞാൻ ആ വാക്യം ഇപ്പോൾ എടുത്ത് കാണിക്കാം.
അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക ഈ രണ്ട് വരവിന്റെ വ്യത്യാസം എന്തോ, സഭയെടുക്കാൻ വരുന്ന വരവും രണ്ടാമത്തെ വരവും തമ്മിലുള്ള വ്യത്യാസം എന്തുവെന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. സഭയെടുക്കുവാൻ വരുമ്പോൾ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരത്തില്ല, കർത്താവ് മധ്യാകാശത്ത് വരും, സഭ മുകളിലേക്ക് പോകും. ഹല്ലേലൂയ. എന്നാൽ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വരും. ഞാൻ ആ വാക്യം ഇപ്പോൾ എടുത്ത് കാണിക്കാം. ഇവിടെ പറയുന്നു, ഈ വാക്യത്തിൽ പറയുന്നു, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഈ വചനങ്ങൾ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കേണ്ടത്. ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമല്ല, എവിടെങ്കിലും വഴിയിൽ വെച്ച് ഭാരത്തോടെ പ്രയാസത്തോടെ ഒരു സഹോദരനെ കാണുമ്പോൾ, പരസ്പരം സഹോദരിമാർ വേദനകളൊക്കെ പങ്കിടുമ്പോൾ, ആകുലതകൾ പങ്കിടുമ്പോൾ, പരസ്പര പരിഹാസങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ഒരു സഹോദരിയെ ബലപ്പെടുത്തേണ്ടതാണ്, ഒരു സഹോദരനെ ബലപ്പെടുത്തേണ്ടതാണ്. ഇതൊക്കെ താൽക്കാലികമാണ് സഹോദര. ഈ ഭാരങ്ങളൊക്കെ താൽക്കാലികമാ. നമ്മുടെ കർത്താവ് വരാറായി. ഇവിടെ പറയും, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ പരസ്പരം ആശ്വസിക്കണം. ഈ 1-ാം നൂറ്റാണ്ടിൽ ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് മുകളിൽ അറിയാം. മുകളിൽ 13 മുതലുള്ള വാക്യങ്ങളിൽ അത് വായിക്കുന്നുണ്ട്. മരിച്ചുപോയവരെ കുറിച്ച് ഉള്ള ഭാരമാണ്. കാരണം അന്നത്തെ വിശുദ്ധന്മാർ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളെ പോലൊന്നുമല്ല, അവർ വളരെ സീരിയസ് ആയിട്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, കർത്താവിന്റെ കാഹളധ്വനിക്ക് വേണ്ടി കാത്തിരിക്കുക. അതിനിടയിൽ അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോൾ അന്നത്തെ വിശ്വാസികൾക്കൊരു ഭാരമുണ്ടായി, കർത്താവിന്റെ കാഹളം ധ്വനി കേൾക്കുവാൻ അവരില്ലല്ലോ എന്ന്. അപ്പൊ അവരെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അവരും ഈ കാഹളം ധ്വനി കേൾക്കും. അവരാദ്യം എടുക്കപ്പെടും, അത് കഴിഞ്ഞ് അവരുടെ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് മരിച്ചുപോയ വിശ്വാസികളും ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളും ഉള്ള കൂട്ടായ്മയാണ്. അവർ ചേർന്നുള്ള കൂട്ടായ്മയാണ് ദൈവസഭ. നമ്മൾ പലപ്പോഴും പറയും വിശ്വാസികൾ മരിച്ചുപോയെന്ന്. പക്ഷേ സഭയെ കുറിച്ച് നോക്കുമ്പോൾ ദൈവസഭയിലെ വിശ്വാസികൾ ഒരിക്കലും മരിക്കത്തില്ല. അവര് നിത്യതയുടെ ഭാഗമായി മാറിയിരിക്കുക. നമ്മൾ അവരോട് കൂടെ ചേർക്കപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട്, ഈ റാപ്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോമിസ്ഡ് റിട്ടേൺ ഓഫ് ദ ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് പറഞ്ഞത് നമ്മൾ കേട്ടു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ആൻഡ് ദിസ് റിട്ടേൺ ഈസ് ബോഡിലി വിസിബിൾ ആൻഡ് ഓഡിയബിൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവ് രഹസ്യമായിട്ടല്ല. ചിലരൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ രഹസ്യമായിട്ട് ആരും ഒരു ശബ്ദവും കേൾക്കത്തില്ല, കിഷ് 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 ഓരോരുത്തരങ്ങ് പോകും, നോക്കുന്നുണ്ടെങ്കിൽ ആരെയും കാണത്തില്ല. അങ്ങനൊന്നുമല്ല. നമ്മളിവിടെ തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ കേട്ടു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വരുമെന്നാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അത് മാത്രമല്ല, ഒരു വാക്യത്തിലേക്ക് ഞാനിപ്പോൾ കാണിക്കാം, നിങ്ങളെ വേറൊരു വാക്യം കാണിക്കാം. അപ്പോൾ ആരും പറയുകയാണ് രഹസ്യമായിട്ടാണ് വരുന്നതെങ്കിൽ രഹസ്യമായിട്ടൊന്നുമല്ല വരുന്നത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്നു. കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ കള്ളൻ രഹസ്യമായിട്ട് വന്നിട്ട് അടിച്ചോണ്ട് പോകും, അതുപോലെ കർത്താവ് വരുന്നതെന്നാ ചിലർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനല്ല, കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത്, അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ വരുമെന്ന് അതിൻ്റെ അർത്ഥം. ഒരു മനോഹരമായ വാക്യം പഴയ നിയമത്തിലെ പ്രവചനത്തിൽ നിന്ന് ഞാൻ എടുത്ത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം, കർത്താവിന്റെ വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഇത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. ശ്രദ്ധിക്കണമേ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഇത് റാപ്ചർ അല്ല, രണ്ടാമത്തെ വരവിനെ കുറിച്ച്. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. കർത്താവിന്റെ രണ്ടാമത്തെ വരവ. സ്തോത്രം. താഴേക്ക് വായിച്ചു വരുമ്പോൾ ആ 5-ാമത്തെ വാക്യത്തിന്റെ പകുതി ഭാഗം, അവസാനത്തെ ഭാഗം, എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാ. അപ്പൊ തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരുമെന്ന് പറയുമ്പോൾ ഈ വിശുദ്ധന്മാർ എങ്ങനെയാ സ്വർഗത്തിൽ എത്തിയത്? അതാണ് ആദ്യത്തെ കർത്താവ് സഭയെ എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അന്നാളിൽ വെളിച്ചമുണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും, യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. പ്രൈസ് ഗോഡ്. സഹോദരങ്ങളെ, ഇത് വളരെ ഓഡിയബിൾ ആയിട്ടാണ് സംഭവിക്കുന്നത്. കർത്താവിന്റെ വരവ് അത് ആദ്യം സഭയെടുക്കുവാൻ വരുന്നതായിക്കൊള്ളട്ടെ, അത് വളരെ വ്യക്തമായിട്ട് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ കേട്ടു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടുമാണ് വരുന്നത്. അപ്പോൾ അതെല്ലാവരും കേൾക്കുമെന്നുള്ളത് ഉറപ്പാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ കേട്ടത്. എവിടെ? അവന്റെ കാല് ഒലിവ് മലയിൽ വന്ന് നിൽക്കുമെന്ന്.
ഹല്ലേലൂയ. ഒലിവുമല വടക്ക് വായിച്ചേക്ക് നോക്കിയേ, കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഇപ്പൊ തന്നെ ആ പുലർച്ചെ ആരംഭിച്ചതായിട്ടാ ഞാൻ അടുത്തൊരു സമയത്ത് ഒരു ആർട്ടിക്കിളിനകത്ത് വായിക്കുവാൻ എൻ്റെ കോണം ഇടയായി. പക്ഷെ എനിക്കറിയില്ല അത് റിലയബിൾ ആണോ, അത് വായിച്ച് കേട്ടത് റിലയബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ വായിച്ച ആർട്ടിക്കിൾ ഇതാണ്. ഒലിവുമലയിലെങ്കോ ഒരു വലിയ ഹോട്ടൽ ഗ്രൂപ്പ്, ഒരു ഹോട്ടല് വലിയ മാസീവായിരിക്കുന്ന ഒരു വലിയ ബിൽഡിങ്ങിന് വേണ്ടി നോക്കിയെന്നോ. അപ്പോൾ അതിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് താഴെ ഒരു ക്രാക്ക് കാണുവാൻ്റെ കോണം ഇടയായി എന്നൊക്കെ പറഞ്ഞു കേട്ടു. I don't know to what extent it is reliable. So I'm not putting much weight on that, but I am speaking on it. പക്ഷേ whatever it is, ഇന്ന് കാണുന്ന കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയും. പ്രൈസ് ഗോഡ്. ഒന്നാമത്തേത് നമ്മൾ കേട്ടു, it is the rapture is the promised return of the Lord. രണ്ട്, the resurrection of the dead in Christ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നമുക്കറിയാം, ദിസ് ഈസ് ദ ഫസ്റ്റ് റിസറക്ഷൻ. ഇതിനെയാണ് ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവജനത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. പ്രൈസ് ഗോഡ്. ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ദൈവത്തിൻ്റെ സഭ കർത്താവിനോട് കൂടി എടുക്കപ്പെടുമ്പോൾ, കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള വിവാഹം നടക്കും. അതുമാത്രമല്ല, ദൈവജനത്തിനുള്ള പ്രതിഫലം കർത്താവ് സ്വർഗത്തിൽ ഓരോരുത്തരും കർത്താവിനെ എങ്ങനെ സേവിച്ചു, കർത്താവിൻ്റെ അടുത്ത് എങ്ങനെ വിശ്വസ്തനായിരുന്നു, അതനുസരിച്ച് അവർക്ക് പ്രതിഫലം കിട്ടും. അതിനുശേഷം ആ 7 വർഷം താഴെ മഹോപദ്രവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെയും മുകളിൽ നടന്നതിന് ശേഷം വിശുദ്ധന്മാരുമായി അവൻ ഈ ഭൂമിയിലേക്ക് വരികയാണ്. എന്തിന്? തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ. ഈ ഭൂമിയിലുള്ള ദുഷ്ടതകളെയൊക്കെയും നീക്കിക്കളഞ്ഞ് ഈ ഭൂമിയിലെ എല്ലാ ദുഷ്പ്രവർത്തിക്കാർക്കും അതിൻ്റെ പ്രതിഫലം കൊടുത്ത് തനിക്കെതിരെ നിൽക്കുന്ന അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും മൃഗത്തെയും ഒക്കെയും തകർത്ത് കഴിഞ്ഞ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ബട്ട് ഐ ആം ടെംപ്റ്റഡ് ടു സേ, അത് പറയുവാൻ്റെ കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രലോഭിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ my subject is not that, so I am not going that side. പക്ഷെ അവിടെ പറയുന്നത് എങ്ങനെയാ? കർത്താവ് രണ്ടാമതിൻ്റെ വിശുദ്ധന്മാരുമായി കല്യാണം കഴിച്ചതിൻ്റെ തൻ്റെ സഭയുമായി ഭൂമിയിലേക്ക് വന്ന്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കല്യാണത്തെക്കുറിച്ചൊന്നുമല്ല. കല്യാണം എന്ന് പറഞ്ഞാൽ, മാരേജ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ഒന്നായിത്തീരുക. കർത്താവും തൻ്റെ സഭയുമായി ഒന്നായിത്തീരുക. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. അല്ലാതെ മാരേജ് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഏത് അർത്ഥത്തിലാണ് എങ്ങനെയൊക്കെയാണെന്ന്. മാരേജ് മീൻസ് ബീയിങ് യുണൈറ്റഡ് ആസ് വൺ. 2 പേർ ഒന്നായിത്തീരുക. അതാണ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവും തൻ്റെ സഭയും കൂടെ ഒന്നായിത്തീരുക. അവർ ഒന്നിച്ച് ഭൂമിയിലേക്ക് വരുന്നത് എന്തിനെന്നറിയാമോ? ഈ ദുഷ്ടത നീക്കി, ലോകത്തെ നീക്കിയിട്ട് തൻ്റെ രാജ്യം 1000 ആണ്ട് വാഴ്ചത്തേക്ക് സ്ഥാപിക്കാൻ. അതാ ഇവിടെ നമ്മൾ വായിച്ച വചനം കേട്ടത്. ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിലുള്ളവർക്കുള്ള ഭാഗ്യം അതാണ്. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവജനത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഈ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോട് ഉണ്ടാകണമെന്ന് നമുക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of us wanted to be in the millennium with Christ? Do you want to be in that? Hallelujah. അതിന് 2 വഴിയുണ്ട്. ഒന്ന്, കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുക. അഥവാ കാഹളം ധ്വനിക്കുമ്പോൾ in case you missed it, then you have to go through the tribulation period and prove that you still love God and you can get in to the millennium. ഹല്ലേലൂയ. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനൂടെ വസിക്കുവാൻ്റെ കോണം 2 വഴി. ഒന്നാമത്തെ വഴി ഈ കാഹളധ്വനിയിൽ ദൈവസഭയോടുകൂടി എടുക്കപ്പെടുക വിശുദ്ധനായി. രണ്ടാമത്തേത് എന്താണെന്നറിയാമോ? മഹോപദ്രവ കാലഘട്ടത്തിലൂടെ കടന്നുപോയി കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുക. അത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. മുദ്രയേൽക്കുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എന്തിന് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? കാഹളധ്വനിക്ക് വേണ്ടി കാത്തിരുന്ന്
ദൈവത്തിൻ്റെ സഭയിൽ വിശ്വസ്തരായിരുന്ന്, കർത്താവിനോട് വിശ്വസ്തരായിരുന്ന്, ദൈവവചനത്തോട് വിശ്വസ്തരായിരുന്ന്, പരിശുദ്ധാത്മാവിന് സമ്പൂർണ്ണമായി കീഴ്പ്പെട്ട് ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനോട് എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകും നമ്മളിപ്പോൾ കേട്ടു. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ ഈ ദൈവസഭയിലേക്കൊന്ന് നോക്കിയേ. കർത്താവിൻ്റെ സഭ ലോകത്തിൽ എവിടെയൊക്കെ നിന്ദിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു. സുവിശേഷം എവിടെയൊക്കെ വികലമാക്കപ്പെടുന്നു, അല്ലേ? സുവിശേഷ വിരോധികൾ എത്രമാത്രം ദൈവസഭയെ പീഡിപ്പിക്കുന്നു, ദൈവഭക്തന്മാരെ പീഡിപ്പിക്കുന്നു, ദൈവജനത്തെ പീഡിപ്പിക്കുന്നു. എന്നാൽ ഇവരൊക്കെ ലജ്ജിക്കുന്ന ഒരു ദിവസം വരുന്നു, കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ധ്വനിയിൽ. ഹല്ലേലൂയ. ഇവർക്ക് ഉപദ്രവിച്ചത് സർവശക്തനായ ദൈവത്തിന്റെ ജനത്തെയാണെന്ന് ഈ ലോകം മുഴുവനും മനസ്സിലാക്കുവാൻ പോകുന്ന ഒരു കാലഘട്ടം വരുന്നു കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ. മറന്നു പോകരുതേ സഹോദരന്മാരെ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ലജ്ജയ്ക്ക്, ഞാൻ ആ വാക്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം. ഈ ലോകത്തിൽ എന്താ സംഭവിക്കുവാൻ പോകുന്നതെന്ന് നിങ്ങൾ കേട്ടോണേ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ ആ വചനം വന്നതുകൊണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ഐ എം റീഡിംഗ് ഫ്രം റെവല്യൂഷൻ ചാപ്റ്റർ 6 വേഴ്സ് 12 ഓൺവേർഡ്സ്. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അടുത്ത വാക്യം കേട്ടെ, ഈ ഭൂമിയിലെ മഹത്തുക്കൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാത്തവണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാത്തവണ്ണവും ഞങ്ങളെ മറയ്ക്കുവിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഓടുന്ന ദിവസം വരുന്നതിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് നീ നിന്ദിക്കപ്പെടുന്നെങ്കിൽ, ഇന്ന് നീ പരിഹസിക്കപ്പെടുന്നുവെങ്കിൽ, കർത്താവിന്റെ വേല നിമിത്തം നീ ദുഷിക്കപ്പെടുന്നുവെങ്കിൽ, പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, നിന്നെ മാനിക്കുന്ന ഒരു നാള് നിന്റെ മുമ്പിൽ കടന്നു വരികയാണ്. അതിൽ നിന്നെ നിന്ദിച്ചവർ അപമാനിക്കപ്പെടുന്ന നാള്, നിന്നെ നിന്ദിച്ചവർ മുഖം കുരിക്കുന്ന നാള്, നിന്നെ നിന്ദിച്ചവർ എത്ര വലിയ അധികാരിയായാലും എത്ര വലിയ പ്രമാണിയായാലും ഏത് രാജ്യത്തിന്റെ പരമാധികാരിയായാലും ഹല്ലേലൂയ, അവൻ പാറയുടെ പിളർപ്പ് നോക്കി ഓടുന്ന ഒരു ദിവസം വരുന്നു കർത്താവിന്റെ പ്രഭയുടെ മുമ്പിൽ. കർത്താവിന് വേണ്ടി ജീവിക്കുക. നിന്നെ മാനിക്കുന്ന ഒരു നാള് മുന്നോട്ട് വരുന്നുണ്ട്. പ്രൈസ് ഗോഡ്. സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. റിസറക്ഷൻ ഓഫ് ദ ഡെഡ് ഇൻ ക്രൈസ്റ്റ് നമ്മൾ കേട്ടു. ഇനി അടുത്തത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സെയിൻസ്. ജീവനോടെ ശേഷിക്കുന്ന നമ്മൾക്ക് രൂപാന്തരം വരുമെന്നാണ് നമ്മൾ കേട്ടത്. കർത്താവ് ഇപ്പോഴാണ് വരുന്നതെങ്കിൽ നമ്മളാരും മരിച്ചിട്ടില്ലല്ലോ, നമ്മളിപ്പോൾ ജീവനോടിരിക്കുക. മരിച്ച ഭക്തകള് ലോകത്തിന്റെ ഏത് കോണിലായാലും അവരവരുടെ കല്ലറകളെ പിളർന്നെണീക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലരെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്, ചിലരെ കഷ്ണമാക്കി മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ചിലർ ചിന്തിക്കും, ശവക്കല്ലറയിൽ അടക്കപ്പെടാത്ത വിശുദ്ധന്മാർ എന്ത് ചെയ്യുമെന്ന്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അവരുടെ അടക്കിക്കഴിഞ്ഞവരുടെ ശരീരത്തിലേക്ക് നോക്കി അവരുടെ എല്ലുപോലും അവിടെ ഇല്ലല്ലേ. നൂറ്റാണ്ടുകളായിട്ട് കിടക്കുന്നവർ പൗഡറായിട്ട് മാറിയിരിക്കുക അല്ലേ. അവരെ കൂട്ടിച്ചേർക്കുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ എത്ര മൃഗങ്ങൾ തിന്നെന്ന് പറഞ്ഞാലും, എത്ര തീ കത്തിച്ചെന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞാലും, എന്തൊക്കെ കഷ്ണമാക്കി എവിടൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും കർത്താവ് അതൊക്കെ കൂട്ടിച്ചേർക്കും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്. തൻ്റെ ഭക്തന്മാരുടെ മരണം കർത്താവിന് വലിയതാണ്. സ്വർഗത്തിൽ അവരുടെ പേരുണ്ട്. അവരുടെ പേര് മായ്ക്കുവാൻ ഈ പ്രപഞ്ചത്തിനൊരു ശക്തിക്കും കഴിയില്ല. അവരെ ലോകം മറന്നിട്ടുണ്ടാകാം, അവരുടെ കുടുംബങ്ങൾ അവരെ മറന്നിട്ടുണ്ടാകാം, അവരുടെ പ്രിയപ്പെട്ടവരവരെ മറന്നിട്ടുണ്ടാകാം, ലോക ചരിത്രം അവരെ മറന്നിട്ടുണ്ടാകാം. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് അവരെ മറന്നിട്ടില്ല. നീ നിന്റെ കർത്താവിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ നിന്റെ കർത്താവിന് വേണ്ടി ഒരു പാനപാത്രം തണ്ണീർ അവർ ദാസിമാർക്കോ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന് ഒരൊറ്റ വ്യക്തിയുടെ മുമ്പിൽ നീ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ, നിന്റെ പേര് മറക്കാത്ത ഒരു കർത്താവ്, ഉന്നതനായ കർത്താവ്, അവിടെ നിന്നെ മാനിക്കുക തന്നെ ചെയ്യും.
അപ്പൊ ജീവനോടെ ശേഷിക്കുന്ന നമുക്ക് രൂപാന്തരപ്പെടുമെന്ന. ഹല്ലേലൂയ. നമുക്കറിയാം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ പ്രാപിക്കുന്ന ഒരു നാൾ വരുന്നെന്ന. ഹല്ലേലൂയ. ഭൗമികമായത് സ്വർഗീയ ശരീരങ്ങളെ പ്രാപിക്കുന്ന ഒരു നാൾ വരുന്നെന്ന. ഈ ഭൗമികമായ ഈ ചീഞ്ഞളിഞ്ഞു പോകുന്ന ഈ ദ്രവത്വം പ്രാപിക്കുന്ന ഈ പ്രായമായി തീരുന്ന ഈ ചുക്കിച്ചുളിഞ്ഞു പോകുന്ന ഈ ശരീരം മാറി അതിന് പകരം ഹല്ലേലൂയ പ്രഭയേറിയ സ്വർഗീയ ശരീരം നമ്മൾ പ്രാപിക്കും. അതാണ് ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം. പ്രൈസ് ഗോഡ്. ഒരു പട്ടുനൂൽപ്പുഴു ചിത്രശലഭമാക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ശ്രേഷ്ഠത. ഹല്ലേലൂയ. പറന്നു പോകുന്ന ഒരു ചിത്രശലഭത്തെ കണ്ടാൽ ആർക്കെങ്കിലും തോന്നുമോ ഇത് പണ്ട് മണ്ണ് തിന്നുകൊണ്ട് നടന്ന ഒരു പുഴുവായിരുന്നു ഇതെന്ന്? ആർക്കും തോന്നത്തില്ല. ട്രാൻസ്ഫോർമേഷൻ, അതിനേക്കാൾ വലിയ ശ്രേഷ്ഠമേറിയ ട്രാൻസ്ഫോർമേഷനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ നടന്ന സമയമൊക്കെ നമുക്കറിയാം. കർത്താവ് നടക്കുന്നത് അവർ കണ്ടു, കർത്താവ് ഭക്ഷിക്കുന്നത് അവർ കണ്ടു, കർത്താവ് കിടന്ന് ഉറങ്ങുന്നതൊക്കെ കണ്ടു. അത് മാത്രമല്ല, അവരിൽ ഒരാളെ പോലെ കർത്താവ് ജീവിച്ചു. പക്ഷെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. അടച്ചിരുന്ന കതകിനകത്തൂടെ കർത്താവ് അകത്തു വന്നു. ഒരേ സമയത്ത് തന്നെ കർത്താവ് പലയിടത്ത് പലർക്കും പ്രത്യക്ഷമാകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇതാണ് ട്രാൻസ്ഫോംഡ് ബോഡി. സ്വർഗീയമായ ശരീരത്തിന്റെ പ്രത്യേകത അതാണ്. ഹല്ലേലൂയ. അത് ഭൗമികമായ തടസ്സങ്ങൾക്ക് അതിനെ സബ്ജക്ട് ചെയ്യുവാൻ തക്കവണ്ണം, അതിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഹല്ലേലൂയ. അമേസിംഗ്. ഐ ആം എക്സൈറ്റഡ് ടു വെയിറ്റ് ഫോർ ദാറ്റ് ഡേ. ഹല്ലേലൂയ. അമേസിംഗ്. ഡു യു ലൈക്ക് അഡ്വഞ്ചേഴ്സ്? You will have more adventures then. Hallelujah. We will be free. Nothing in this world can stop. Our body is not subject to decay or weakness. ബലഹീനതകൾക്ക് കീഴ്പ്പെടുന്നതല്ല സ്വർഗീയ ശരീരം. Hallelujah. If you want to know more about that, go and read and meditate 1 Corinthians chapter 15. 1 കൊരിന്ത്യർ 15-ാം അധ്യായം നിങ്ങൾ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. ഇതെന്താ ഒരു കാര്യം, ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണമേ സഹോദര സഹോദരി, നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യുകയല്ല, കർത്താവ് തൻ്റെ ശക്തിയാൽ നമ്മളെ എടുക്കുകയാണ്. വി വിൽ ബി കോട്ട് അപ്പ്. ആ വാക്യത്തിന് നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്നുള്ള വാക്കിന് ഗ്രീക്കിനകത്ത് എഴുതിയിരിക്കുന്ന വാക്ക് ഹർപ്പാസോ എന്നാണ്. ഹർപ്പാസോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ കോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ പിടിച്ചു പൊക്കിക്കൊണ്ട് പോകുന്ന ആ മീനിങ്ങാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ കഴിവിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അത് പഠിപ്പിച്ചേക്കുന്നത്. നമ്മൾ ആരെങ്കിലും നമ്മുടെ കഴിവിൽ ആശ്രയിച്ച ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ കഴിവിൽ തന്നെ പൊങ്ങിപ്പോകേണ്ടി വരും. അത് നടക്കത്തില്ല. ഇന്നും ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് കർത്താവിൻ്റെ കൃപയിലായിരിക്കണം, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിലായിരിക്കണം. ഞാനല്ല നടക്കുന്നത്, എന്നെ അവൻ നടത്തുന്നു എന്ന് പറയണം. ഞാനല്ല ചെയ്യുന്നത്, എന്നെ കൊണ്ട് അവൻ ചെയ്യിക്കുന്നു എന്ന് പറയണം. ഞാനല്ല കരുതുന്നത്, എന്നെ കൊണ്ട് അവൻ കരുതിപ്പിക്കുന്നു എന്ന് പറയണം. ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, അവൻ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു. ഞാനല്ല പ്രസംഗിക്കുന്നത്, അവൻ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നു. ഞാനല്ല സഹായിക്കുന്നത്, എന്നെ കൊണ്ട് അവൻ സഹായിപ്പിക്കുന്നു. എല്ലാം സ്വർഗത്തിന് മഹത്വം കൊടുക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടേത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അവിടുത്തെ കയ്യിൽ ഒരു ആയുധം മാത്രമാ ഞാൻ, അവിടുത്തെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാ ഞാൻ. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ശ്രേഷ്ഠമേറിയ ഈ മർമ്മത്തെ മനസ്സിലാക്കണമേ. നീ നടക്കുന്നത് കർത്താവിന്റെ കൃപയിലാണ്, നീ ജീവിക്കുന്നത് കർത്താവിന്റെ കൃപയിലാണ്, നിന്റെ വിശുദ്ധി കർത്താവിന്റെ കൃപയിലാണ്, നീ എടുക്കപ്പെടുന്നതും കർത്താവിന്റെ ശക്തിയാലാണ്. മറന്നുപോകും. Praise God. We have nothing to be in our credit. നമുക്കൊന്നും മാത്രമേ ഉള്ളൂ, നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യുന്നത്? കർത്താവിൻ്റെ ഡീലിങ്സിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ പ്രവർത്തികളുടെ മുമ്പിൽ ഞാൻ മസിൽ പിടിക്കാതെ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ എടുക്കുമ്പോൾ കുഞ്ഞ് കടന്ന് കുന്തളിച്ച് ചാടുകയല്ല, ആ കുഞ്ഞ് പപ്പയുടെയോ മമ്മിയുടെയോ കയ്യിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ എത്ര മനോഹരമല്ലേ? നമുക്കറിയാം, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ പിടിക്കുന്നുണ്ടെ കാണുന്നില്ല, എന്തൊരു ബഹളമല്ലേ? അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ കാണുന്നില്ലേ, അവർ മസിൽ പിടിച്ച് വാ അടച്ചു പിടിക്കും. നമ്മൾ പിന്നെ വായിക്കാത്തൂടെ വിരലിട്ട് വാ പൊളിച്ചിട്ട് അതിനകത്തൂടെ കുത്തിക്കയറ്റി കൊടുക്കണമല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേസമയത്ത് ചില കുഞ്ഞുങ്ങളുണ്ട്, നിർബന്ധമൊന്നും പിടിക്കാതെ സമർപ്പിച്ചു കൊടുക്കും. എത്ര ഈസി അതല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, മത്സരിക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ട് അനുസരിപ്പിക്കണമെങ്കിൽ ശരിക്കും ഞുള്ളു കൊടുക്കും, അടി കൊടുക്കും, അതുപോലെ ബലം പിടിക്കും. ഇതൊക്കെ സ്ട്രെയിൻ ആർക്കാ? കുഞ്ഞിന് സ്ട്രെയിനാ, ചെയ്യിക്കുന്ന പേരൻസിന് സ്ട്രെയിനാ. അതേസമയം ലാവിഷായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ഒരു പീഡനവും ഇല്ല, ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, എത്ര ഭംഗിയായിട്ട്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ക്രിസ്ത്യൻ ലൈഫ് ഈസ്.
കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മൾ കീഴ്പ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ, കേൾക്കുന്ന വചനത്തിന് നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് നാം കീഴ്പ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ലോകത്തെ വെറുക്കുകയോ ജഡത്തെ ജയിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് വലിയ വിഷയമൊന്നുമല്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. 2 പത്രോസ് 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയ സഹോദരങ്ങളെ, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുക. 2 പത്രോസിലേക്ക് വരുമ്പോൾ 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എത്ര മനോഹരമാണെന്നറിയാമോ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ ലേഖനങ്ങൾ. സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളാണ്. എത്ര ശക്തമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യൂദയും യാക്കോബും ഒക്കെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. ഇവിടെ എഴുതിയിരിക്കുകയാണ് അപ്പോസ്തലനായ പത്രോസ് എഴുതിയിരിക്കുക. എന്താണെന്നറിയാമോ? അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. എന്ന് പറഞ്ഞാൽ നീ ആരാണെന്നുള്ളത്, നിന്നെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്നുള്ളത്, നിന്റെ മുമ്പിലുള്ള പ്രത്യാശ എന്താണെന്നുള്ളത് നീ എപ്പോഴും 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 ഓർമ്മിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുവിൻ. അനുദിനം ഹല്ലേലൂയ, ഈ വിശുദ്ധതയോടെ, ഈ വിശുദ്ധിക്ക് വേണ്ടി വിശ്വസ്തയോടെ നീ ക്രിസ്തീയ ജീവിതത്തിൽ നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയിൽ, നിനക്ക് സ്വർഗം തന്നിരിക്കുന്ന വാഗ്ദത്തത്തിൽ പൂർണ്ണമായി നോക്കിക്കൊണ്ട് നീ ജീവിക്കുമെന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. അല്ലാതെ ഒരിക്കൽ ദൈവസഭയുടെ രജിസ്റ്ററിനകത്ത് പേര് വന്നതുകൊണ്ട്, ഒരിക്കൽ സ്നാനപ്പെട്ടത് കൊണ്ട്, ദൈവസഭയുടെ ഭാഗമായതുകൊണ്ട് നീ നിന്റെ രക്ഷ ഉറപ്പായെന്നോ അല്ലെങ്കിൽ നിന്റെ കോളിങ് സെക്യൂർഡ് ആണെന്നോ ചിന്തിക്കരുത്. മണ്ടതരമാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുക, ഓരോ നാളും, ഈ ഭൂമി നീ വിട്ടുപോകുന്ന നാൾ വരെയും. വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. അധികം ശ്രമിക്കുവിൻ. ചിലർ പറഞ്ഞ് എല്ലാം കർത്താവ് ചെയ്തിരിക്കുന്ന, നമ്മൾ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന്. ഇവിടെ പറയുന്നു അധികം ശ്രമിക്കുവിനെന്ന്. ഹല്ലേലൂയ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന wherefore rather brethren give diligence to make your calling and election sure, for if you do these things you shall never fail or fall, for so an entrance shall be ministered unto you abundantly into the everlasting kingdom of our Lord and Savior Jesus Christ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇങ്ങനെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് അധികം ശ്രമിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിച്ചാൽ നിങ്ങൾ ഇടറിപ്പോകത്തില്ല. കർത്താവിൻ്റെ കാഹളം എപ്പോൾ വേണേ ധ്വനിക്കട്ടെ, രാത്രി ധ്വനിച്ചോട്ടെ, പകല് ധ്വനിച്ചോട്ടെ, എപ്പോൾ ഇന്ന് ധ്വനിച്ചോട്ടെ, നാളെ ധ്വനിച്ചോട്ടെ, 5 വർഷം കഴിഞ്ഞ് ധ്വനിച്ചോട്ടെ, ഞാൻ ഓരോ ദിവസവും എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും എന്നെ സ്വർഗം ആക്കി വെച്ചിരിക്കുന്ന വേലയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, സഹോദരന്മാരെ സഹോദരിമാരെ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ നിന്നെ വിളിച്ചിരിക്കുന്ന വിളി, ഇതൊക്കെ നീ ഓർത്തുകൊണ്ട് ഓരോ ദിവസവും ജീവിച്ചാൽ ഇതൊന്നൊരു വിഷയമല്ല. ഒരു ദിവസം കർത്താവിൻ്റെ കാഹളം ധ്വനിക്കും, അന്ന് നമ്മൾ പോകും മുന്നോട്ട്. പിന്നീടുള്ളത് ഇൻഫിനിറ്റ് ടൈമാണ്. ഇവിടെയുള്ള 80-100 വർഷം പോലുള്ളതല്ല. ഇവിടുത്തെ ഈ ലോകത്തിലെ 80-100 വർഷം എന്ന് നോക്കിയാൽ കഷ്ടത മാത്രമല്ലേ ഉള്ളൂ. അതിനകത്ത് എന്ത് സ്വസ്ഥതയുണ്ട്. പിന്നെയും നമ്മൾ എവിടെ ഇരിക്കുന്ന ഒരു ദരിദ്രൻ, ഏതെങ്കിലും റോഡിലിരിക്കുന്ന ഒരു ദരിദ്രനോട് ചോദിക്കുക, ഒരു യാചകനോട് ചോദിക്കുക, അയാൾക്ക് പിന്നെയും ജീവിക്കണമെന്ന് ആഗ്രഹം. എന്തിനാ? 2 കാലം മുറിച്ചു കളഞ്ഞതാ, കണ്ണ് പകുതി കാണുന്നില്ല, എഴഞ്ഞെഴിഞ്ഞ് ജീവിക്കുക. അദ്ദേഹത്തെ ആരെങ്കിലും കൊല്ലാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് നിലവിളിക്കും, കൊല്ലുന്നത് എന്തിനാ? മരിക്കാൻ മനസ്സില്ല. പിന്നെയും ഈ കഷ്ടത അനുഭവിക്കാനാ അവൻ ആഗ്രഹം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിത്യത അങ്ങനല്ല. നിത്യത കണ്ണുനീരില്ലാത്തതാണ്. നിത്യത കർത്താവിനോട് കൂടെയുള്ള വാസമാണ്. നിത്യതയിൽ ക്ഷീണമില്ല, ദുഃഖമില്ല, മരണമില്ല. എത്ര ശ്രേഷ്ഠമേറിയ വാഗ്ദത്തമാ സ്വർഗ്ഗം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദിസ് ഈസ് നോട്ട് എ മിത്തോളജി. ഇതൊരു ഭാവന ലോകമല്ല കർത്താവിൻ്റെ നിത്യത. അതിനുവേണ്ടി എത്രയോ ഭക്തന്മാർ തങ്ങളുടെ ജീവൻ വേണ്ടെന്ന് വെച്ചു. അവരാരും ഫൂൾസ്, വിഡ്ഢികളായതുകൊണ്ടല്ല, ഇതൊരു കഥയാണെന്ന് കരുതി ഈ കഥയെ അനുസരിച്ചല്ല അവർ അവരുടെ ജീവിതങ്ങളെ വേണ്ടെന്ന് വെച്ചത്. അത് സത്യമാണെന്ന് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്വർഗം കാണിച്ചു കൊടുത്തത് കൊണ്ടാണ്. നമ്മളിൽ പലരും അത് കാണാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാം കർത്താവിനെ വിശ്വസിക്കുന്നില്ലത് കൊണ്ട്, നാം വില കൊടുക്കാൻ തയ്യാറാകുന്നില്ലത് കൊണ്ട്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വാട്ട് അബൌട്ട് ദ ലെഫ്റ്റ് ബിഹൈൻഡ്? കൈവിടപ്പെട്ടവരുടെ അവസ്ഥ എന്താ? മുമ്പ് ഞാൻ പറഞ്ഞു, അവർ മഹോപദ്രവ കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന്. ഞാനൊരു വചനഭാഗം നിങ്ങളെ അടുത്ത് വായിച്ച് കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വന്നാൽ
കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, രണ്ടാമത്തെ വരവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരധ്യായമാണ് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ആ 24-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങളൊന്ന് വായിച്ച്. എഴുതിയിരിക്കുന്നു 40-41 വാക്യങ്ങൾ. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. ചിന്തിച്ചു നോക്കിയേ, 2 പേർ ഒരു വേല ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ ഒരാളെ കൈക്കൊള്ളും, മറ്റേയാളെ ഉപദ്രവിക്കുന്നു. എന്നാൽ ഒരാൾ റെഡിയായിരുന്നു, മറ്റേയാൾ റെഡിയല്ല. 41, ലെറ്റ് മീ റീഡ് ഇൻ ഇംഗ്ലീഷ്. 40 and 41. മനുഷ്യപുത്രൻ, അതിന് മുകളിൽ എഴുതിയിരിക്കുന്നു, മനുഷ്യപുത്രൻ്റെ ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരിക്കല്ലിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. Then shall 2 be in the field, and one shall be taken and the other left. 2 women shall be grinding in the mill, and the one shall be taken and the other will be left. Hallelujah. And knew not until the flood came and took them all away, so shall also be the coming of the Son of God be, Son of Man be. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഉണർന്നിരിക്കാം. ഒരാൾ കൈവിടപ്പോട്ട് പോകുന്ന നാൾ വരും. 2 പേരൊന്നിച്ചത്, ഞാൻ ഇതിങ്ങനെയാണ് ചിന്തിക്കുന്നത്. 2 പേര് തിരുക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ 2 പേര് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അവർ 2 പേരും ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരാളുടെ വിശ്വസ്തയാൽ ആൾ എടുക്കപ്പെടും, മറ്റേയാൾ അവിശ്വസ്തയായിരുന്നാൽ തള്ളപ്പെടും. അത് ദൈവസഭയുടെ മധ്യത്തിലായാലും സംഭവിക്കും. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, 2 പേര് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഒരാൾ എടുക്കപ്പെട്ടു, ഒരാൾ കൈവിട്ടു. 2 പേര് പ്രസംഗിച്ചു കൊണ്ടിരുന്നു, ഒരാൾ എടുക്കപ്പെട്ടു, ഒരാൾ കൈവിട്ടു. 2 പേര് ട്രാക്ട് കൊടുത്തുകൊണ്ടിരുന്നു, ഒരാൾ എടുക്കപ്പെട്ടു, ഒരാൾ കൈവിട്ടു. 2 പേര് നന്മകൾ ചെയ്തുകൊണ്ടിരുന്നു, ഒരാൾ എടുക്കപ്പെട്ടു, ഒരാൾ പിൻപറ്റു, ഒരാൾ കൈവിടപ്പെട്ടു. എന്തുകൊണ്ടാണ്? വിശ്വസ്തത, ഹൃദയത്തിൻ്റെ വിശ്വസ്തത. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നാടുകളിൽ ശ്രേഷ്ഠമേറിയ വിശ്വസ്തതയ്ക്കായി നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക. ആസ് ഐ സെഡ് ടു യു, നമുക്ക് നമ്മുടെ ബലത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവെ, ഞാൻ എന്നെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. എനിക്ക് കഴിയില്ല കർത്താവെ, എൻ്റെ ജഡം ബലഹീനമാണ്, ഈ ശരീരം ബലഹീനമാണ് കർത്താവെ. ഈ ശരീരം ഈ ലോകത്തെയാണ് ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിൻ്റെ വഴികളെയാണ് ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിൻ്റെ മഹത്വത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്കാണ് എൻ്റെ ശരീരം കൊണ്ടുപോകുന്നത്. എന്നാൽ അങ്ങനെ ആത്മാവിൻ്റെ ശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ കർത്താവെ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ എൻ്റെ കണ്ണുകൊണ്ടൊന്ന് കാണുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവേ എന്നെ ഈ നാളുകളിൽ സഹായിക്കണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ കേട്ട വചനം പലപ്പോഴും എൻ്റെ ബുദ്ധിയിൽ ആ വചനത്തെ ഞാൻ ഏറ്റെടുത്തു, എന്നാൽ ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം എനിക്ക് കഴിഞ്ഞില്ല കർത്താവേ. ഇന്നത്തെ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന പച്ചാ, അങ്ങയുടെ തിരുവചനത്തെ എൻ്റെ ബുദ്ധിയിൽ അറിവായി മാറ്റുവാൻ മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതെൻ്റെ ജീവനായി മാറുവാൻ, ഈ തിരുവചനം എൻ്റെ ജീവനായി മാറുവാൻ തക്കവണ്ണം കർത്താവേ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം സഹോദരങ്ങളെ. ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭാരങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഇതൊക്കെ വെറും കുറച്ചു കാലഘട്ടത്തേക്ക് മാത്രമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ ഘനമോർത്താൽ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും, വ്യക്തിപരമായ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും, ദൈവപൈതലേ, നമ്മൾ ഒരിക്കലും ബലഹീനരായി തീരാതെ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ബലപ്പെടാം. ഹല്ലേലൂയ. മറ്റുള്ളവരെ ബലപ്പെടുത്താം. ഹല്ലേലൂയ. അത് മാത്രമല്ല, കർത്താവിൽ നമ്മുടെ സ്വസ്ഥത കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് പ്രാപിക്കാം. നമ്മുടെ മുമ്പിൽ ശ്രേഷ്ഠമേറിയ ഒരു ഭാവിയുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ ആ ഭാവിയില്ല. എന്നാൽ കർത്താവിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്ന, കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ദൈവപൈതലേ, നിന്റെ മുമ്പിൽ ശ്രേഷ്ഠമേറിയ ഒരു ഭാവിയുണ്ട്, കർത്താവിനോട് കൂടെയുള്ള ജീവിതം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ അതിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ.